ബാച്ചിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ മാത്തമാറ്റിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ അരിത്തമാറ്റിക് സീക്വൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പോർഷനിൽ സീക്വൻസ് എന്താന്ന് പറഞ്ഞു. രണ്ടാമത്തെ പാർട്ടിൽ നമ്മൾ അരിത്തമാറ്റിക് സീക്വൻസ് എന്താന്ന് പഠിച്ചു. ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. പൊതുവ്യത്യാസം എന്താന്ന് പറഞ്ഞു. കുറച്ച് ടേംസ്, ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ്, ഇതൊക്കെ ആദ്യപദം, പൊതുവ്യത്യാസം, ഇതൊക്കെ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനോടനുബന്ധിച്ച കുറച്ച് കണക്കുകളും നമ്മൾ ചെയ്തു. അതൊന്നും എക്സർസൈസ് അല്ല, അതെല്ലാം നിങ്ങൾക്ക് പാഠഭാഗത്തിലേക്കുള്ള ഒരു ആശയം മാത്രമാണ് നമ്മളതിൽ ചെയ്തത്. പാഠഭാഗത്തിലേക്കുള്ള ഒരു ആശയം മാത്രമാണ് നമ്മളവിടെ ചെയ്തത്. അപ്പോ ഇപ്പൊ നമ്മൾ പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ എക്സർസൈസിലേക്ക് നമ്മൾ പോകാം. ഓക്കെ, രണ്ടാമത്തെ എക്സർസൈസ് പേജ് നമ്പർ 15 എക്സർസൈസ് ആണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യം റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദി സീക്വൻസസ് ബിലോ. താഴെ കുറച്ച് സീക്വൻസ് കൊടുത്തിട്ടുണ്ട്. ആ സീക്വൻസിന്റെയൊക്കെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതണം. അപ്പോ ഒന്നാമത്തെ ചോദ്യം, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ് എഴുതുക. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒറ്റ സംഖ്യകളുടെ സീക്വൻസ് എഴുതുക. അതിന്റെ എന്ത് കണ്ടുപിടിക്കുക? ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് ഒറ്റ സംഖ്യയുടെ സീക്വൻസ് എഴുതി നോക്കാം. 1, 3, 5, 7 ഇതാണ് ഒറ്റ സംഖ്യയുടെ സീക്വൻസ്. ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ എന്താണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ? ഒരു സീക്വൻസിലെ എല്ലാ പദങ്ങളെയും പൊതുവെ പ്രതിനിധീകരിക്കാൻ കഴിയുന്ന ഒരു ഇക്വേഷൻ. ആ ഇക്വേഷനെ പറയുന്ന പേരാണ് ആൾജിബ്രിക് എക്സ്പ്രഷൻ. എല്ലാ ടേമിനും ആ ഇക്വേഷൻ എന്താ വേണം? സ്യൂട്ട് ആവണം. അങ്ങനെയുള്ളൊരു എക്സ്പ്രഷനാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനുള്ള രീതി ഞാൻ പറഞ്ഞായിരുന്നു. f+n-1 × d. ഓക്കെ, ഫസ്റ്റ് ടേം എന്താണ്? 1 പ്ലസ് ആൾജിബ്രിക് എക്സ്പ്രഷൻ ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ എന്നിന് എന്ത് കൊടുക്കരുത്? വില കൊടുക്കരുത്. വില കൊടുക്കരുത്. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ഡി എത്രയെന്ന് നോക്കാം. ഡി കണ്ടുപിടിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ഗണിച്ചൊന്നും ഉത്തരം പറയരുത്. ഡി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എങ്ങനെ ചെയ്യണം? ഏതെങ്കിലും ഒരു ടേം എടുക്കുക, അതിൽ നിന്നും തൊട്ട് മുമ്പത്തെ ടേം കുറയ്ക്കുക. അപ്പൊ 3 എടുത്തു, 3ൽ നിന്ന് തൊട്ട് മുമ്പത്തെ ടേം കുറച്ചു. 3ൽ നിന്ന് 1 കുറച്ചാൽ എത്ര വരും? 2 വരും. അപ്പൊ 2 ആണ് പൊതുവ്യത്യാസം. പൊതുവ്യത്യാസം എത്രയാണ്? 2. കോമൺ ഡിഫറൻസ് ഡി എത്രയാണ്? 2. അപ്പൊ ഡിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം? 2 ഇട്ട് കൊടുക്കാം. അപ്പൊ 2 ഇട്ട് കൊടുത്ത ശേഷം 1 പ്ലസ് 2നെ അകത്തേറ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ എന്ത് വരും? 2n. ഓക്കെ, 2നെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ -2. അപ്പൊ ഇനി നമുക്ക് ആദ്യം വേരിയബിൾസിനുള്ളതിനെ നമുക്ക് ആദ്യം എഴുതാം. 2n ആദ്യം എഴുതി. ബാക്കി എന്തുണ്ട്? -2 ഉണ്ടായിരുന്നു. ഈ +1, 1ന്റെ ചിഹ്നം പ്ലസ് ആണല്ലോ, +1നെ ഞാൻ ഇവിടെ എഴുതി. അപ്പൊ നോക്കി, 2n -2ഉം +1ഉം -2ഉം +1ഉം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് വരും? -1 വരും. അപ്പോ 2n -1. ഇനി ഇങ്ങനെ മാത്രമല്ല, നമ്മൾ വേറൊരു രീതി പഠിച്ചായിരുന്നല്ലോ, ഇങ്ങനെയും ചെയ്യാം. dn + f - d ഇങ്ങനെയും ചെയ്യാം. d എത്രയാണ്? 2. n അതാണ് ഇടുക. ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, എന്നിനൊന്നും വാല്യൂ കൊടുക്കണ്ട. ഓക്കെ, എഫ് ഫസ്റ്റ് ടൈം എത്രയായിരുന്നു? ഇതിലെ 1 മൈനസ് ഡി കോമൺ ഡിഫറൻസ് എത്രയായിരുന്നു? 2. അപ്പൊ നോക്കി, ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? 2n. 1 - 2 എന്ത് വരും? -1. 2n -1. അപ്പൊ നോക്കി, കിട്ടിയോ? 2n -1 കിട്ടിയില്ല. ഇതിൽ ഏത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതി നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഓക്കെ, അപ്പോ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. അതിന്റെ സബ്പാർട്ടാണ്, രണ്ടാമത്തെ സബ്പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ആൾജിബ്രിക് എക്സ്പ്രഷൻ, താഴെ തന്നിരിക്കുന്ന കുറെ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം.
സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ വിച്ച് ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 1 വരുന്ന നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക. ആ ശ്രേണിയുടെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതുക. അപ്പൊ നോക്കാം, 3 കൊണ്ടാണ് ഡിവിഷൻ ബൈ 3. ഇപ്പൊ ഡിവിഷൻ ബൈ 3 എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിന്റെ മൾട്ടിപ്ലൈ എടുക്കേണ്ടത്? 3ന്റെ മൾട്ടിപ്ലൈ എടുക്കേണ്ടത്. അപ്പൊ 3 × 1. അപ്പോ എന്തിന്റെ മൾട്ടിപ്ലൈ എടുക്കേണ്ടത്? 3ന്റെ മൾട്ടിപ്ലൈ ആണ് എടുക്കേണ്ടത്. ഡിവിഷൻ ബൈ 3 എന്നാണല്ലോ പറയുന്നത്, അതുകൊണ്ടാണ് 3ന്റെ മൾട്ടിപ്പിൾ. 3ന്റെ മൾട്ടിപ്പിൾ എടുത്തിട്ട് റിമൈൻഡർ എത്ര വരണമെന്നാ പറഞ്ഞേക്കുന്നത്? 1 വരണം. അപ്പോൾ റിമൈൻഡർ ഇവിടെ എഴുതുക. റിമൈൻഡർ എത്ര വരണോ അവിടെ എഴുതുക. റിമൈൻഡർ 1 വരണമെന്ന് പറഞ്ഞാൽ 1 എഴുതിയാൽ മതി. 2 ആണെങ്കിൽ 2 എഴുതുക. ഓക്കെ, അപ്പൊ 3 × 1 3ന്റെ മൾട്ടിപ്പിൾ ആണ്. റിമൈൻഡർ 1 കൂട്ടുക. നമുക്ക് അടുത്ത് എഴുതാം. 3 × 3ന്റെ അടുത്ത മൾട്ടിപ്പിൾ എത്ര? 3 × 2. അപ്പോഴും റിമൈൻഡർ 1 കൂട്ടണം. അടുത്തത് 3 × 3. അപ്പോഴും റിമൈൻഡർ 1 കൂട്ടണം. അപ്പൊ നമുക്ക് എത്ര വരും? 3 × 1 3. 3 1 എത്ര വരും? 4. 3 × 2 6. 6 1 എത്ര വരും? 7. 3 × 3 9. 9 1 എത്ര വരും? 10. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. അപ്പൊ സീക്വൻസ് നമുക്ക് എത്ര എന്ന് എഴുതാൻ പറ്റും? സീക്വൻസ് എന്നുള്ളത് 4 7 10. 4 7 10 എന്താണ്? അരിത്തമാറ്റിക് സീക്വൻസ് അല്ലേ? കാര്യം 4 3 കൂട്ടിയ 7, 7 3 കൂട്ടിയ 10. അപ്പൊ ഈ സീക്വൻസ് എന്ത് സീക്വൻസ് ആണ്? അരിത്തമാറ്റിക് സീക്വൻസ് ആണ്. അപ്പൊ ഈ അരിത്തമാറ്റിക് സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഇക്വേഷൻ എഴുതി f + n - 1 × d. ഓക്കെ, ഓൾജിബ്രിക് ഇക്വേഷൻ. ഫസ്റ്റ് f എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം ഈ സീക്വൻസ് എത്രയാണ്? 4. അപ്പോ f നമുക്ക് എത്രയാണെന്നറിയാം? 4 ആണെന്നറിയാം. ഇനി d എത്രയെന്ന് നോക്കണം. d കണ്ടുപിടിക്കാൻ എന്താണ്? ഏതെങ്കിലും ഒരു ടേം എടുക്കുക, ആ ടേമിൽ നിന്ന് തൊട്ട് മുൻപത്തെ ടേം കുറയ്ക്കുക. അപ്പൊ 10ൽ നിന്ന് ഞാൻ തൊട്ട് മുമ്പത്തെ ടേം 7 കുറച്ച് d എത്രയെന്ന് എഴുതി? 3 എന്ന് എഴുതി. നിങ്ങൾ കുറച്ച് തന്നെ എഴുതണം. ഓക്കെ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് d ഒക്കെ നെഗറ്റീവ് വരും. അത് ഇനി വരുന്ന കണക്കിൽ നമുക്ക് പഠിക്കാം. അപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്ത് തന്നെ d എത്രയെന്ന് പറഞ്ഞ് എഴുതണം. ഓക്കെ, അപ്പൊ 10 10 - 7 d എത്രയെന്ന് എഴുതി? 3 എഴുതി. ഇനി നമുക്ക് നോക്കാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. f പ്ലസ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുമ്പോൾ എന്നിന് വില കൊടുക്കണ്ട, d 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് 4 പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 3 × n 3n 3 × 1 3 മൈനസ് ആണ് ചിഹ്നം, മൈനസ്. ഓക്കെ, അല്ലെങ്കിൽ നോക്കിയത് 3യുടെ ചിഹ്നം പ്ലസ് ആണ്, പ്ലസിന്റെ മൈനസ് മൈനസ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? വേരിയബിൾ ഉള്ളതിനെ ആദ്യം എഴുതുക. 3n പ്ലസ് 4 - 3 4 - 3 അങ്ങനെ എഴുതാം. 3n 4ൽ നിന്ന് 3 കുറച്ച് എത്ര? നമുക്ക് ഈ എല്ലാവർക്കും അറിയാം, 1. അപ്പൊ 3n + 1 ആണ് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ വെരിഫൈ ചെയ്യാം. 3n + 1 എങ്ങനെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ ആണെന്ന് വെരിഫൈ ചെയ്യാം. നമുക്ക് എഴുതാം, ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 3n + 1 ആണ്. ഇനി അതിനെങ്ങനെ വെരിഫൈ ചെയ്യാൻ പറ്റും? എന്നിന്റെ അവിടെ 1 ഇട്ട് കൊടുത്തേക്ക്. എന്നിന്റെ അവിടെ 1 ഇട്ട് കൊടുത്തു നോക്കിയാൽ 1ാമത്തെ ടേം വരണം. എന്നിന്റെ അവിടെ 2 ഇട്ട് കൊടുത്തു നോക്കിയാൽ 2ാമത്തെ ടേം വരണം. എന്നിന്റെ അവിടെ 3 ഇട്ട് കൊടുത്തു നോക്കിയാൽ 3ാമത്തെ ടേം വരണം. അപ്പോ അത് നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ കണ്ടുപിടിക്കുന്നത് പഠിച്ചല്ലോ. ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ ചെയ്യാന്ന് പഠിച്ചല്ലോ. ഓക്കെ, അപ്പോ നമുക്കിത് ഒരു വേറൊരു രീതിയിലും ഇങ്ങനെ ചില സീക്വൻസ് ഒക്കെ നമുക്ക് എളുപ്പമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ ആദ്യത്തെ സെക്ഷനെ കണ്ടുപിടിക്കണമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ഓക്കെ, നമ്മൾ പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം എളുപ്പമുള്ള മാർഗവും നോക്കി നിങ്ങളെ ഇക്വേഷൻസ് ഒക്കെ ആദ്യം പഠിപ്പിച്ചിട്ട് ഇവിടെ ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ സീക്വൻസ് ഒക്കെ 4 7 10 ഇതിന്റെ എല്ലാം പ്രത്യേകത എന്താണ്? 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നതല്ലേ? അപ്പൊ 3ന്റെ മൾട്ടിപ്പിളിനോട് 1 കൂട്ടുന്നതാണ്. 3ന്റെ മൾട്ടിപ്പിളിനെ നമുക്ക് എന്തെഴുതാം? 3 × 1 3 × 2 3 × 3. ഇവിടെ 1 2 3 എന്നിങ്ങനെ മാറി മാറി വരുമല്ലേ? അത് എണ്ണൽ സംഖ്യയല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ n എഴുതുന്നത്. അപ്പൊ 3n റിമൈൻഡർ 1 ആയിട്ട് +1 കൂട്ടി എഴുതി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താണ്? 3ന്റെ മൾട്ടിപ്പിളിന്റെ കൂടെ 1 കൂട്ടുന്നതാണ് ഈ ശ്രേണി. കണ്ടോ? ഇങ്ങനെ നമുക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാകാത്തവർ ഈ രീതിയിൽ തന്നെ ഫോളോ ചെയ്താൽ മതി, നിർബന്ധമില്ല. ഓക്കെ, അപ്പോ ഒന്നാമത്തെ തന്നെ
ക്വസ്റ്റ്യനിലെ മൂന്നാമത്തെ സബ് പാർട്ടിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1. അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷനാണ് കണ്ടുപിടിക്കുന്നത്. ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകളുടെ ബീജഗണിത രൂപമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യകൾ ഏതാണെന്ന് നോക്കാം. ആദ്യം 1, അടുത്ത ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ 11, അടുത്ത ഒന്നിൽ അവസാനിക്കുന്ന എണ്ണൽ സംഖ്യ എത്ര? 21, അടുത്ത 31. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എഫ് എത്രയാണ്? 1 ആണ്. ഡി എത്രയാണ്? ഏതെങ്കിലും ഒരു ടേം എടുക്കുക, അതിൽ നിന്ന് തൊട്ട് മുമ്പത്തെ ടേം കുറയ്ക്കുക. 21 മൈനസ് 11. 21 മൈനസ് 11 എത്രയാണ്? 10 ആണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഓൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെ ചെയ്യാം? 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു 10. ഓക്കെ, 10 കൊണ്ട് അകത്ത് കയറ്റി മൾട്ടിപ്ലൈ ചെയ്യുക, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 1 പ്ലസ് 10n, 10 ഇൻറ്റു n 10n മൈനസ് 10 ഇൻറ്റു 1 മൈനസ് 10. ഓക്കെ, നമുക്ക് എങ്ങനെ എഴുതാം? 10n മൈനസ് 10 പ്ലസ് 1. 10n മൈനസ് 10 ഉണ്ടായിരുന്നു. ഈ 1ന്റെ ചിഹ്നം പ്ലസ് അല്ലേ? 1 ഇട്ടില്ലെങ്കിൽ അടുത്ത ചിഹ്നം പ്ലസ് ആണ്. അതിങ്ങോട്ട് മാറ്റി എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ 10n ഇനി മൈനസ് 10ഉം പ്ലസ് 1ഉം രണ്ടും വേറെ വേറെ ചിഹ്നങ്ങളാണ്. അപ്പോൾ വ്യത്യസ്ത ചിഹ്നങ്ങൾ വന്നാൽ വലുത് എടുക്കുക, അതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക, വലുതിന്റെ ചിഹ്നം ചേർക്കുക. അപ്പൊ 10ൽ നിന്ന് ചെറുത് കുറയ്ക്കുക, 1 കുറയ്ക്കുക. 10ൽ നിന്ന് 1 കുറച്ച് എത്ര? 9. വലുതിന്റെ ചിഹ്നം ഏതാണ്? നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ് ഇടുക. അപ്പൊ നമുക്ക് ആൻസർ എന്ത് വരും? 10n മൈനസ് 9. അപ്പോൾ ഈ 10n മൈനസ് 9 ആണ് ഈ ചോദ്യത്തിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമുക്ക് ഒന്നാമത്തെ എക്സസൈസിലെ 4ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. 4ാമത്തെ ചോദ്യം ഇതാണ്: സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് ഇൻ 1 or 6. 1ലും 6ലും അവസാനിക്കുന്ന, 1ലോ 6ലോ അവസാനിക്കുന്ന നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതുക, എണ്ണൽ സംഖ്യകളുടെ ശ്രേണി എഴുതുക, അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് എഴുതാം 1, 6, 1ൽ അവസാനിക്കാം, 6ലും അവസാനിക്കാം. അപ്പൊ 1, 6, 11, 16. നമുക്ക് എഴുതാം ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞത് ബീജഗണിത രൂപം. ബീജഗണിത രൂപം എന്ന് പറഞ്ഞാൽ f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. എഫ് എത്രയാണ്? 1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി. ഡി ഇവിടെ എത്രയാണ്? ഡി എന്ന് പറഞ്ഞാൽ ചെയ്ത് തന്നെ കണ്ടുപിടിക്കുക. 11 മൈനസ് 6 5. 5 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 1 പ്ലസ് 5 ഇൻറ്റു n 5n മൈനസ് 5 ഇൻറ്റു 1 5. ഓക്കെ, ആദ്യം വേരിയബിൾ ഉള്ളതിനെ ആദ്യം എഴുതുക. 5n മൈനസ് 5 പ്ലസ് 1. 1ന്റെ ചിഹ്നം പ്ലസ് ആണല്ലോ, പ്ലസ് 1. അപ്പൊ 5n മൈനസ് 5 പ്ലസ് 1 എന്ത് വരും? മൈനസ് 4. അപ്പൊ 5n മൈനസ് 4 ആണ് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഓക്കെ, 5n മൈനസ് 4 ആണ് ഇതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. അപ്പൊ നമുക്ക് കിട്ടിയല്ലോ. ഓക്കെ, അപ്പോ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഈ ബ്രാക്കറ്റ് ഇട്ട് തന്നെ എഴുതി പഠിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കണക്കൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് പേജ് നമ്പർ 15ലെ 2ാമത്തെ എക്സസൈസിലേക്ക് പോകാം. അപ്പോൾ 2ാമത്തെ എക്സസൈസ് പറയുന്നതാണ്: ഫോർ ദ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ സ്റ്റാർട്ടിംഗ് വിത്ത് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ റൈറ്റ് ഓൾജിബ്രിക് എക്സ്പ്രഷൻ ഫോർ ദ സീക്വൻസ് ഓഫ് ദ സം ഓഫ് ഇന്നർ ആംഗിൾ, സം ഓഫ് ഔട്ടർ ആംഗിൾ, മെഷർ ഓഫ് ഇന്നർ ആംഗിൾ, മെഷർ ഓഫ് ഔട്ടർ ആംഗിൾ. കുറച്ച് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ സീക്വൻസ് ഓഫ് റെഗുലർ പോളിഗൺ, ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, അങ്ങനെ അടുത്ത പോളിഗൺ ഏതാണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ, സ്ക്വയർ, പെന്റഗൺ, ഹെക്സഗൺ, അങ്ങനെയുള്ള ഒരു സീക്വൻസ് എഴുതുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെയുണ്ട്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഉണ്ട്, സ്ക്വയർ ഉണ്ട്, പെന്റഗൺ ഉണ്ട്, പിന്നെന്തുണ്ട്? ഹെക്സഗൺ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫിഗറിന്റെയൊക്കെ കുറച്ച് സീക്വൻസ് എഴുതാനാണ് പറയുന്നത്. എന്തിന്റെയൊക്കെ സീക്വൻസ്? ഒന്ന് സം ഓഫ് ഇന്നർ ആംഗിൾസ്. എന്താ എഴുതേണ്ടത്? സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, മെഷർ ഓഫ് ഇന്നർ ആംഗിൾസ്, മെഷർ ഓഫ് ആൻഡ് ഔട്ടർ ആംഗിൾ.
ഇതെല്ലാം നമ്മൾ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഓക്കെ, സം ഓഫ് ഇന്നർ ആംഗിൾസ്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ വീഡിയോ നിങ്ങൾ നോക്കിയാൽ മതി. അതിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കുന്ന രീതി എഴുതിയിട്ടുണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് മനസ്സിലാകാത്തവർ ചോദിച്ച കമന്റ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നോക്കുക. സം ഓഫ് ഇന്നർ ആംഗിൾ. സം ഓഫ് ഇന്നർ ആംഗിൾ ട്രയാംഗിളിന്റെ ആകുമ്പോൾ എത്ര വരും? 180. സ്ക്വയറിന്റെ ആകുമ്പോൾ എത്ര വരും? 360. അടുത്ത് പെന്റഗൺ ആണെങ്കിൽ 540. അടുത്തത് ഹെക്സഗൺ ആണെങ്കിൽ 720. ഹെക്സഗൺ ആണെങ്കിൽ 720. അപ്പോ ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എഴുതാൻ വേണ്ടി നമ്മൾ വേറെ കണക്കൊന്നും ഇവിടെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, 180യുടെ മൾട്ടിപ്പിൾ അല്ലേ ഇടയോട്ട് നോക്കി. 180 into 1 180, 180 into 2 360, 180 into 3 540, 180 into 4 720. ഇതെല്ലാം 180യുടെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ 180യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ആൾജിബ്രിക് എക്സ്പ്രഷൻ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. 180 n ആണെന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് 3 6 9 12 ഇതെല്ലാം എന്തിന്റെ മൾട്ടിപ്പിൾ ആണ്? 3യുടെ മൾട്ടിപ്പിൾ അല്ലേ? 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സീക്വൻസ് അല്ലേ? അപ്പൊ 3യുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സീക്വൻസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതിയാൽ മതി? 3n ആണ് അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് എഴുതിയാൽ മതി. 3n ആണ് അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പൊ 4ന്റെ ടേബിൾ ആണെങ്കിൽ എന്ത് എഴുതിയാൽ മതി? 4n എന്ന് എഴുതിയാൽ മതി. നിങ്ങൾ അല്ലെങ്കിൽ f+n-1 into d ഇട്ട് ചെയ്ത് നോക്കിയാലും ഈ സെയിം ഉത്തരമായിരിക്കും വരുന്നത്. നിങ്ങൾ വെരിഫൈ ചെയ്യുക. ഓക്കെ, 180 n ആണോ f+n-1 into d ഇട്ട് ചെയ്യുമ്പോഴും ആൻസർ 180 n ആണോ വരുന്നതെന്ന് വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾ, ഈ ജോമെട്രി ഫിഗേഴ്സിന്റെ എല്ലാം സം ഓഫ് ഔട്ടർ ആംഗിൾ എന്താണ്? കോൺസ്റ്റന്റ് ആണെന്ന് അറിയാം. ട്രയാംഗിൾ ആണെങ്കിലും ഔട്ടർ ആംഗിൾ എത്രയാണ്? 360 ആണ്. സ്ക്വയർ ആണെങ്കിലും 360 ആണ്. പെന്റഗൺ ആണെങ്കിലും ഹെക്സഗൺ ആണെങ്കിലും 360 ആണ്. അപ്പോൾ ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് 360 ആൾജിബ്രിക് എക്സ്പ്രഷൻ നമുക്ക് എന്ത് എഴുതാൻ പറ്റൂ? കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ കോൺസ്റ്റന്റ് 360 ആണെന്ന് അങ്ങ് എഴുതിയാൽ മതി. ഏതെടുത്താലും 360 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലെ മൂന്നാമത്തെ ചോദ്യം പോവാം. മെഷർ ഓഫ് ആൻ ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിളിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും? ഒരു ഇന്നർ ആംഗിളിന്റെ മെഷർമെന്റ് എത്രയായിരിക്കും? അപ്പം ട്രയാംഗിൾ ആണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾ 180 ആണ്. ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ /3 ചെയ്താൽ മതി. അടുത്ത സ്ക്വയർ ആണെങ്കിൽ 360 ആണ്. ഒരു ഇന്നർ ആംഗിൾ എന്ന് പറയുമ്പോൾ /4 ചെയ്ത്. അടുത്തത് പെന്റഗൺ ആണെങ്കിൽ 540 ആണ്. അപ്പോൾ ഒരു ഇന്നർ ആംഗിൾ ആണെങ്കിൽ 5 ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ സീക്വൻസ് ഇതാം. 180/3, 360/4, 540/5. ഓക്കെ, അപ്പോൾ ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ എഴുതി 180, 360, 540 എന്ന് വരികയാണെങ്കിൽ അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? നമ്മൾ ഫസ്റ്റ് കണക്കിൽ എഴുതി 180യുടെ എല്ലാം മൾട്ടിപ്പിൾ ആണ്. അപ്പൊ ഇതിന്റെ ആൾജിബ്രിക് മേളിലെ ന്യൂമറേറ്ററിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ത് വരും? 180 n എന്ന് പറഞ്ഞു വരും. ഇനി 3, 4, 5 ഈ 3, 4, 5 നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. അതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ n+2 എന്ന് വരും. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ത് വരും? n+2 എന്ന് പറഞ്ഞ് വരും. അപ്പൊ ഈ സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എങ്ങനെയായിരിക്കും? സീക്വൻസിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററിന്റെ 180 n-ഉം ഡിനോമിനേറ്ററിന്റെ n+2 ആയിരിക്കും. ന്യൂമറേറ്ററിന്റെ 180 n കിട്ടണമെങ്കിൽ ഏത് സീക്വൻസ് 180, 360, 540യുടെ കണ്ടുപിടിച്ചാൽ മതി. ഡിനോമിനേറ്ററിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? 3, 4, 5 ഇതിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിച്ചാൽ മതി. ആ രണ്ട് ആൾജിബ്രിക് എക്സ്പ്രഷനും കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്യുന്ന ഉത്തരമാണ് 180. ആൾജിബ്രിക് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 180 n / n+2.
ഇത് എന്തുകൊണ്ടാണ് എഴുതിയെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ എന്തുകൊണ്ടാണ് എഴുതിയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഇത് 180/3, 360/4, 540/5 ഇതിനെ നമ്മൾ വെട്ടിയാൽ 60 വരും, ഇതിനെ നമ്മൾ വെട്ടിയാൽ 90 വരും, ഇതിനെ നമ്മൾ വെട്ടിയാൽ 108 വരും. അപ്പൊ ഇത് നോക്കി, ഇത് തമ്മിലുള്ള ഡിഫറൻസ് 30 ഇത് തമ്മിലുള്ള ഡിഫറൻസ് നോക്കി 18 90 90 8 108 18 അപ്പൊ ഇത് നോക്കി, ഇവിടെ ഡിഫറൻസ് 30, ഇവിടെ ഡിഫറൻസ് 18 ഇത് ഒരു അരിത്തമാറ്റിക് സീക്വൻസ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഇത് കണ്ടുപിടിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇങ്ങനെ വെട്ടാതെ എന്ത് ചെയ്തത്, ഈ ന്യൂമറേറ്ററിനെ കണ്ടുപിടിച്ചു ആദ്യം എഴുതി, ഡിനോമിനേറ്ററിനെ കണ്ടുപിടിച്ച് രണ്ടാമത് എഴുതി, എന്നിട്ട് പരസ്പരം ഡിവൈഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നാലാമത്തെ സപ്പാർട്ടിലേക്ക് പോകാം. ഇങ്ങനെ ഓരോ ജോമെട്രിക് ഷേപ്പ് ഉണ്ടായിരുന്നു, അതിന്റെ 1 ഔട്ടർ ആംഗിളിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അപ്പൊ നമുക്കറിയാം, ട്രയാംഗിൾ ആണെങ്കിൽ ഔട്ടർ ആംഗിൾ എത്ര വരും? 360. ഓക്കെ, എത്ര എക്സ്റ്റീരിയർ, എത്ര ഔട്ടർ ആംഗിൾ ഉണ്ട്? 3. അടുത്ത സ്ക്വയർ ആണെങ്കിലും ഔട്ടർ ആംഗിൾ എത്ര വരും? 360. അതിന് എത്ര ഉണ്ട്? 4 ഔട്ടർ ആംഗിൾ ഉണ്ട്. ഇനി പെന്റഗൺ ആണെങ്കിൽ എത്ര വരും? 360. അതിന് എത്ര ഉണ്ട്? 5 ഔട്ടർ ആംഗിൾ ഉണ്ട്. അടുത്തിന് ഹെക്സഗൺ ആണെങ്കിൽ എന്ത് വരും? 360. അതിന് എത്ര ഉണ്ട്? 6 ഔട്ടർ ആംഗിൾ ഉണ്ട്. അപ്പം ഇവിടെയും നമ്മൾ നോക്കുക, അതിനെ പരസ്പരം വെട്ടിയാലും നമുക്ക് ചിലപ്പോൾ ഒരു അരിത്തമാറ്റിക് സീക്വൻസ് കിട്ടണമെന്നില്ല. അതുകൊണ്ട് ന്യൂമറേറ്ററിന്റെ അരിത്തമാറ്റിക് സീക്വൻസ് ആദ്യം കണ്ടുപിടിക്കുക, ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക, ഡിനോമിനേറ്ററിന്റെ ആൾജിബ്രിക് എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക. അപ്പൊ ന്യൂമറേറ്റർ ആണെങ്കിൽ നമുക്ക് നോക്കി 360 360 360 ആണ്, ഒരു വ്യത്യാസവും ഇല്ല. അപ്പൊ 360 അവിടെ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, ന്യൂമറേറ്ററിൽ മാറ്റമൊന്നുമില്ല, അത് എത്രയെന്ന് തന്നെ പറയാം, 360 ആണെന്ന് തന്നെ പറയാം. ഇനി ഡിനോമിനേറ്റർ എന്താണ്? 3 4 5 6. ഇത് നമ്മൾ നേരത്തെ കഴിഞ്ഞ കണക്കിൽ കണ്ടുപിടിച്ചു. 3 4 5 6ന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്തായിരിക്കും? n+2 ആണ്. ഓക്കെ, n+2 ആണ്. അപ്പോ ഡിനോമിനേറ്ററിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്താണ്? n+2 ആണ്. അതങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ സീക്വൻസിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ എന്തും? 360 / n+2. ഓക്കെ, അപ്പൊ നോക്കാം, look at these pictures. Question: the first picture is got by removing the small triangle formed by joining the midpoints of an equilateral triangle. അതായത് ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. ഇതിന്റെ ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണിത്, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്, ഈ സൈഡിന്റെ മിഡ് പോയിന്റ് ആണിത്. മിഡ് പോയിന്റ് എല്ലാം യോജിപ്പിച്ച് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഇനി ഇങ്ങനെ മിഡ് പോയിന്റ് യോജിപ്പിക്കുന്ന സൈഡ്, ഈ ഒരു സ്മോൾ ട്രയാങ്കിൾ ഇതിൽ നിന്ന് ഞാൻ റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു വലിയ ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആണ്. ഈ വലിയ ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വീണ്ടും നമ്മൾ ഇവിടെ ഡിവൈഡ് ചെയ്ത അതേ പോർഷനാണ് ഇവിടെ എത്രയും. അതിന്റെ വീണ്ടും മിഡ് പോയിന്റ്, ഇതിന്റെ മിഡ് പോയിന്റ്, ഇതിന്റെ മിഡ് പോയിന്റ്, ഇതിന്റെ മിഡ് പോയിന്റ് യോജിപ്പിച്ച് വീണ്ടും ഒരു കുഞ്ഞു ട്രയാങ്കിൾ ഞാൻ റിമൂവ് ചെയ്തു. സിമിലർലി ഇതൊരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആയിരുന്നു, അതിന്റെ മിഡ് പോയിന്റ് തമ്മിൽ യോജിപ്പിച്ച് കുഞ്ഞു ട്രയാങ്കിൾ റിമൂവ് ചെയ്തു. ഇവിടെയും അതുപോലെ റിമൂവ് ചെയ്തു. ഫർദർ അടുത്ത ട്രയാങ്കിളിൽ നമ്മൾ അതാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഓരോ ചിത്രത്തിലും എത്ര റെഡ് ട്രയാങ്കിൾ ഉണ്ടെന്നാണ് ചോദ്യം. അപ്പൊ നോക്കി, ഒന്നാമത്തെ ചിത്രത്തിൽ എത്ര ഉണ്ട്? 1 2 3. ഒന്നാമത്തെ ചിത്രത്തിൽ 3 ഉണ്ട്. രണ്ടാമത്തെ ചിത്രത്തിൽ നോക്കി, ഇത്രയും ഭാഗത്ത് മാത്രം 3 ഉണ്ട്, ഇത്രയും ഭാഗത്ത് 3 ഉണ്ട്, ഇത്രയും ഭാഗത്ത് 3 ഉണ്ട്. അപ്പൊ എന്തുണ്ട്? 9 എണ്ണം ഉണ്ട്. അപ്പൊ നോക്കുക, ഇതിങ്ങനെ നമുക്ക് അടുത്ത ട്രയാങ്കിൾ എങ്ങനെ കൂട്ടി നോക്കിയാൽ മതി. കൂട്ടി നോക്കുമ്പോൾ 27 വരും, 27 വരും. അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത്രയും ഒരു റെഡ് ട്രയാങ്കിൾ ആയിരുന്നു. ഈ ഒരു റെഡ് ട്രയാങ്കിൾ പോർഷൻ ആണ് ഇവിടെ 3 എണ്ണമായിട്ട് മാറിയത്. അപ്പം ഈ ഇത്രയും ഒരു പോർഷനിൽ ഈ പടത്തിൽ 3 റെഡ് ട്രയാങ്കിൾ ആയെങ്കിൽ ഇത്രയും ഭാഗത്ത് 3 എണ്ണം വരും, ഇത്രയും ഭാഗത്ത് 3 എണ്ണം വരും. അപ്പൊ നോക്കി, എത്ര എണ്ണം വരും? 9 എണ്ണം വരും. ഒരു ഭാഗത്ത് 3, ഈ ഭാഗത്ത് 3, ഈ ഭാഗത്ത് 3, അപ്പൊ 9 എണ്ണം വരും. ഇനി നോക്കി, അടുത്ത ട്രയാങ്കിളിന്റെ പ്രത്യേകത നോക്കി. അപ്പൊ അടുത്ത ട്രയാങ്കിൾ നോക്കി, ഇത്രയും വലിയ ട്രയാങ്കിളിന്റെ നോക്കുക, ഒരു മിനിയേച്ചർ പോർഷനാണ് ഇത് ഇത്രയും ഭാഗം. അപ്പൊ ഇത്രയും ഭാഗത്ത് ഈ പടവും സെയിം ആണ്, ഫിഗറും സെയിം ആണ്. അപ്പൊ ഇത്രയും ഭാഗത്ത് 9 എണ്ണം ഉണ്ടായിരുന്നെങ്കിൽ ഈ ഇത്രയും ഭാഗത്ത് എത്ര എണ്ണം കാണും?
9 എണ്ണം കാണും. അപ്പൊ ഇത്രയും ഭാഗത്ത് 9, ഇത്രയും ഭാഗത്ത് അതേ സെയിം ഫിഗറാണ് വീണ്ടും 9, അതേ സെയിം ഫിഗറാണ് വീണ്ടും. അപ്പം 9 ഒരു ഇത്രയും ഭാഗത്ത് 9, ഇത്രയും ഭാഗത്ത് 9, ഇത്രയും ഭാഗത്ത് 9. അപ്പൊ നോക്കി 9 × 3 27. ഓക്കെ, അപ്പൊ അതിന്റെ സീക്വൻസ് ആണ് 3, 9, 27. ഇല്ലെങ്കിൽ നിങ്ങൾ എണ്ണി നോക്കിയാലും മതി, എത്ര ട്രയാങ്കിൾ ഉണ്ടെന്ന് ജസ്റ്റ് എണ്ണി നോക്കിയാലും മതി. ഇങ്ങനെ തന്നെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. ടേക്കിംഗ് ദ ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ as 1. കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് സ്മോൾ ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. അതായത് ചോദ്യം ഇതാണ്, ഈ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആണെങ്കിൽ ഇതിന്റെ ടോട്ടൽ ഏരിയ 1 ആണെങ്കിൽ, ഈ മൊത്തത്തിലുള്ള ടോട്ടൽ ഏരിയ 1 ആണെങ്കിൽ, യൂണിറ്റ് 1 ആണെങ്കിൽ, ഈ സ്മോൾ ട്രയാങ്കിളിന്റെ അതിലെ ആ ഫിഗറിലെ ഏറ്റവും ചെറിയ ട്രയാങ്കിൾ എത്രയാണോ ആ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയെന്നാണ് ചോദ്യം. അപ്പൊ നോക്കിയാൽ മൊത്തം 1 ആണ്. ആ 1നെ എത്ര ആയിട്ട് വായിച്ചു? 1, 2, 3, 4 ഈക്വൽ ആയിട്ടല്ലേ വായിച്ചത്. അപ്പം ഒരു പാർട്ട് മാത്രമല്ലേ ഉള്ളൂ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ. അപ്പം ആദ്യത്തെ പടത്തിലെ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ത് വരും? 1/4. അപ്പൊ നോക്കുക, ഇത്രയും പാർട്ടാണ് 1/4. അപ്പൊ നോക്കി ഇത്രയും പാർട്ട് എന്തായിരിക്കും? 1/4 ആയിരിക്കും. ഇനി ഈ 1/4ന്റെ എത്ര പാർട്ടുണ്ട് ഈ സ്മോൾ ട്രയാങ്കിൾ? ഈ ഇത് ഇത്രയും 1/4 ആയിരുന്നു. അതിനെ 1, 2, 3, 4 4ആയിട്ട് ഡിവൈഡ് ചെയ്താൽ അതിലൊരു ഭാഗം മാത്രമല്ലേ ഉള്ളൂ ഈ സ്മോൾ ട്രയാങ്കിൾ. അപ്പൊ സ്മോൾ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്തുവരും? 1/4 ആണ് ഇത്രയും ഭാഗം. അതിൽ 1/4 മാത്രമേ ഉള്ളൂ. അപ്പൊ 1/4 ഓഫ് 1/4. അപ്പൊ നമുക്ക് ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഓഫ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ ആണ്. 1/4 × 1/4 എന്ന് എഴുതാൻ പറ്റും. അപ്പൊ നോക്കിയേ ഈ സ്മോൾ ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ 1/4 × 1/4 പാർട്ടായിരിക്കും. അപ്പൊ ഈ സ്മോൾ ട്രയാങ്കിളിനെയാണ് വീണ്ടും ഇവിടെ ഡിവൈഡ് ചെയ്ത് 4 പാർട്ടാക്കി മാറ്റുന്നത്. അതിലൊരു ഭാഗമായിരിക്കും ആ സ്മോൾ ട്രയാങ്കിൾ. അപ്പൊ അതിനെ നമുക്ക് എന്താ എഴുതാൻ പറ്റും? 1/4 ആൾറെഡി ഇതുണ്ടായിരുന്നു, അതിന്റെ 1/4 ഇതുള്ളൂ. അപ്പോഴാണ് ഇതിലെ സ്മോൾ ട്രയാങ്കിൾ കിട്ടിയത്. ഇതിന്റെ 1/4 ഈ ട്രയാങ്കിൾ ഉള്ളൂ. അപ്പൊ × 1/4. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ സീക്വൻസ് എങ്ങനെ എഴുതാൻ പറ്റും? സീക്വൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? ആദ്യം 1/4 ആണ്, രണ്ടാമത്തെ എന്താണ്? 1/4 × 1/4, മൂന്നാമത്തെ എന്താണ്? 1/4 × 1/4 × 1/4. ഓക്കെ, ഇനി അതിന്റെ സീക്വൻസ് നമുക്ക് എഴുതാം. 1/4, 1/16, 1/64. ഇതാണ് അതിന്റെ സീക്വൻസ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ. ഓരോ ചിത്രത്തിലെയും എല്ലാ ചുമന്ന ത്രികോണങ്ങളുടെയും ടോട്ടൽ ഏരിയ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഫസ്റ്റ് ട്രയാങ്കിൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിളിൽ മൊത്തം ഏരിയ 1 ആയിരുന്നു. അപ്പം ഈ ഒരു ഭാഗത്ത് ഒരു 1/4, ഈ ഒരു ഭാഗം 1/4, ഈ ഒരു ഭാഗം 1/4. അപ്പൊ ഇതിന്റെ ഏരിയ എന്ത് വരും? 3/4 ആണ് അതിന്റെ ഏരിയ. അപ്പൊ നോക്കാം, രണ്ടാമത്തെ പടം നോക്കാം. മൊത്തം 3/4 റെഡ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അടുത്ത നോക്കി, വീണ്ടും അത് ചെറുതായാൽ ആ ചെറുതിന്റെ 3 ഭാഗവും 4ൽ 3 ഭാഗവും എന്താണ്? റെഡ് ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 3/4 × 3/4 എന്ന് എഴുതാം. സ്വാഭാവികമായിട്ടും അടുത്ത നമുക്ക് എന്തെഴുതാം? 3/4 × 3/4. ആ ചെറുതിന്റെ 4ൽ 3 ഭാഗവും എന്താണ്? റെഡ് ആണ് എന്ന് നമുക്ക് എഴുതാം. അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ ഫിഗർ നിങ്ങൾ ട്രയാങ്കിളിന്റെ എണ്ണം കൂട്ടി നോക്കിയാലും മതി, നമുക്ക് ഈ ആൻസറിൽ എത്തിച്ചേരാൻ പറ്റും. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? 3/4. ഇതിന്റെ ഉത്തരം എന്താണ്? 9/16. ഇതിന്റെ ഉത്തരം എന്താണ്? 27/64. ഇതാണ് ഇതിന്റെ സീക്വൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം നാലാമത്തെ ചോദ്യം. റൈറ്റ് ദ ആൾജിബ്രിക് എക്സ്പ്രഷൻ ഓഫ് ദീസ് 3 സീക്വൻസസ് ഒബ്ടൈൻഡ് ബൈ കണ്ടിന്യൂയിങ് പ്രോസസ്. അപ്പൊ നേരത്തെ മുകളിലത്തെ 3 സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ 3 സീക്വൻസ് എഴുതി ആ 3 സീക്വൻസിന്റെയും ആൾജിബ്രിക് എക്സ്പ്രഷൻ എത്രയാണ് എന്ന് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ നോക്കി, ഒന്നാമത്തെ സീക്വൻസ് നോക്കാം. 3, 9, 27. 3, 9, 27. ഇതെന്തായാലും അരിത്തമാറ്റിക് സീക്വൻസ് അല്ല എന്ന് നമുക്കറിയാം. നമ്മൾ എന്താണ് നോക്കി, 3 ആണ്,
അടുത്തെന്താണ് 3 9 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ ആണ്. അടുത്തെന്ന് പറഞ്ഞാൽ 3ന്റെ ക്യൂബാണ്. അപ്പം ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും എന്ന് പറയുമ്പോൾ 3n എന്ന് പറഞ്ഞ് എഴുതാൻ പറ്റും. n 1 ആയാൽ നമുക്ക് ഒന്നാമത്തെ ടൈം കിട്ടണ്ടേ? അപ്പൊ 3:1 എന്ന് പറഞ്ഞാൽ എത്ര വരും? 3. n 2 ആയാൽ നമുക്ക് രണ്ടാമത്തെ ടൈം കിട്ടണ്ടേ? അപ്പോൾ 3:2. 3:2 എന്ന് പറഞ്ഞാൽ എത്ര? 9. n 3 ആയാൽ നമുക്ക് മൂന്നാമത്തെ ടൈം കിട്ടണ്ടേ? 3:3. അപ്പൊ എന്ത് വരും? 27. അപ്പൊ ഇത്തരം സീക്വൻസ് ഒക്കെ 3 വീതം മൾട്ടിപ്ലൈ ചെയ്ത് പോവുകയാണല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ പറ്റുന്നത്. അപ്പൊ ഇനി താഴത്തെ നോക്കാം. രണ്ടാമത്തെ സീക്വൻസിന്റെ ഉത്തരം ഇതായിരുന്നു. 1/4, 1/16, 1/64. ഇനി നമുക്ക് ഒന്നും കൂടെ മോഡിഫൈ ചെയ്ത് എഴുതിയാൽ 1/4 പ്ലസ് 1/4 സ്ക്വയർ 1/4 ക്യൂബ് എന്ന് എഴുതാൻ പറ്റും. അതിന് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒന്നിന് ന്യൂമറേറ്റർ 1ന് ചേഞ്ച് ഇല്ല. ഡിനോമിനേറ്റർ 4:1, 4:2, 4:3. അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 4n എന്ന് എഴുതാൻ പറ്റും. അതാണ് അതിന്റെ ഓൾജിബ്രിക് എക്സ്പ്രഷൻ. ഇനി മൂന്നാമത് നോക്കാം. 3/4, 9/16, 27/64 എന്നിങ്ങനെയാണ് വന്നത്. ഇതിനെ നമുക്ക് 3/4, 3²/4² 3³ എന്ന് എഴുതാം. അപ്പൊ നോക്കി, മേളില് 3² 3³. അപ്പോൾ ന്യൂമറേറ്ററിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 3n. ഡിനോമിനേറ്റർ നമുക്ക് എന്ത് എഴുതാൻ പറ്റുന്ന? 4, 4² 4³. അപ്പൊ അങ്ങനെ എഴുതാൻ പറ്റും 4n. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 3/4 n എന്ന് എഴുതാൻ പറ്റും. അപ്പം ഇതോടുകൂടി പുസ്തകത്തിലെ 15ാമത്തെ പേജിലെ എക്സസൈസ് നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത എക്സസൈസും കാര്യങ്ങളും അടുത്ത പാർട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പറയുക.